ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശങ്കരാചാര്യ താമസിച്ചിരുന്ന നമ്മുടെ അരവിന്ദിൻ്റെ അതിഥികളിലൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സർവജ്ഞപീഠത്തിൻ്റെ അടുത്താണ്. ഇപ്പോൾ കുടജാത്രിയിൽ നല്ല കിഡിലൻ ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളൊരു 1 ഡേ ട്രിപ്പ് ഈ ഒരു മൺസൂണിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എങ്ങനെ കുടജാത്രി വരെ പോകാമെന്ന് നോക്കിയാലോ? കുടജാത്രി പോകാൻ നിങ്ങൾ ഇറങ്ങേണ്ടതായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ബേണ്ടൂർ മൂകാംബിക സ്റ്റേഷനാണ്. ഞങ്ങൾ പോയത് സൺഡേ മാത്രം ഓടുന്ന ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്സിനാണ്. രാവിലെ 7 മണിയോട് കൂടി ഞങ്ങൾ അവിടെ എത്തി. 135 രൂപയായിരുന്നു ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ്. ബേണ്ടൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് നടന്നാൽ തന്നെ നമുക്ക് ബസ് കിട്ടുന്ന സ്ഥലത്തെത്തും. അവിടെ നമുക്ക് ധാരാളം ബസ് കൊല്ലൂർ മൂകാംബികയിലേക്ക് ഉണ്ടാകും. ഒരാൾക്ക് 50 രൂപ മാത്രമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് നിന്നായി നമുക്ക് കുടജാത്രിയിലേക്ക് ധാരാളം ജീപ്പുകൾ കിട്ടും. 3200 രൂപയാണ് ജീപ്പ് റേറ്റ്. പരമാവധി 8 പേർക്ക് വരെ പോകാം. ഒരാൾക്ക് 470 രൂപയാണ് വരുന്നത്. ഇത് 2 ദിവസത്തേക്കും കൂടിയുള്ള ടിക്കറ്റ് റേറ്റാണ്. പരമാവധി നമ്മളൊരു 2:30 മുമ്പായി തന്നെ മൂകാംബികയിൽ നിന്ന് കുടജാത്രിക്കുള്ള യാത്ര ആരംഭിക്കേണ്ടതാണ്. ഏകദേശം 40 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതിൽ 10 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. അതുകൂടാതെ ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് 2 കിലോമീറ്ററോളം നടന്നാലാണ് സർവജ്ഞപീഠത്തിലേക്ക് എത്താൻ സാധിക്കുക. അതായത് മൂകാംബിൽ നിന്ന് യാത്ര തുടങ്ങി സർവജ്ഞപീഠം കണ്ട് തിരിച്ചിറങ്ങാൻ നമുക്ക് ഏകദേശം ഒരു 4 to 5 മണിക്കൂറിനിടയിൽ സമയം ആവശ്യമാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക. ഇനി ഈ യാത്രയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർ അതിനുള്ള ടാബ്ലറ്റ് തീർച്ചയായും കരുതുക. മിതമായ ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുക. ഏകദേശം 4-5 മണിക്കൂർ എടുക്കുന്ന യാത്രയായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും കയ്യിൽ കരുതുക. പ്ലാസ്റ്റിക് ബോട്ടിൽ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ അവർ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന് 50 രൂപ നിരക്കിൽ ഈടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ തിരികെ വരുമ്പോൾ അത് റീഫണ്ട് ചെയ്യുന്നതാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ റെയിൻകോട്ടും കുടയും എല്ലാം കയ്യിൽ കരുതുക. കുട കാറ്റ് പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. സോ റെയിൻകോട്ടാണ് എന്തായാലും കയ്യിൽ കരുതേണ്ടത്. ചെറിയ രീതിയിലുള്ള അട്ടശല്യമുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസും കരുതുക. അപ്പോൾ ആ മൺസൂണൊക്കെ തുടങ്ങി കോടയും പച്ചപ്പൊക്കെ ആയിട്ട് സുന്ദരമായിട്ട് നിൽക്കുകയാണ് കുടജാത്രി. അപ്പോൾ എല്ലാവരും എത്രയും വേഗം ഈ മൺസൂണൊക്കെ മാറുന്നതിന് മുമ്പ് പോയി കാണുക. കൂടുതൽ ഇതുപോലെയുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകളായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കുടജാത്രി യാത്രയിൽ നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും സേവ് ചെയ്ത് വെക്കാനും മറക്കണ്ട വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.